السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. ഖസിയത്തുൽ ബുർദയിലെ 85-ാമത്തെ വരിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇമാമുൽ ബൂസീരി റഹിമഹുല്ലാ പറഞ്ഞു: കം അബ്റാഅത് വാസിബൻ ബില്ലംസി റാഹതുഹു وأطلقت آريبا من ربقات الأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹിമഹുല്ലാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിലേക്കാണ് ഈ വരികളിലൂടെ വിരൽ ചൂണ്ടുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ചികിത്സാരിയല്ല, ഡോക്ടറല്ല, വൈദ്യനല്ല. പക്ഷേ അഭൗതിക മാർഗത്തിലൂടെ അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് എത്രയോ വലിയ മാരകമായ രോഗങ്ങളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന് ചരിത്രങ്ങൾ സാക്ഷിയാണ്. കം അബ്റഅത്, എത്രയെത്രയാണ് സുഖപ്പെടുത്തിയത്. വസിബൻ, നിത്യരോഗികളായ വിട്ടുമാറാത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ. ബിൽ ലംസി, ഒരു സ്പർശനം കൊണ്ട്. റാഹത്തുഹു, അവിടുത്തെ ഉള്ളം കൈകൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരങ്ങൾ ഒന്ന് തടവിയിട്ട് എത്ര രോഗികളെയാണ് അവിടുന്ന് സുഖപ്പെടുത്തിയത്. അവിടെ മരുന്നില്ല, ഓപ്പറേഷൻ ഇല്ല, വെച്ചുകെട്ടലില്ല, ഒന്നുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തടകലോ സ്പർശനമോ മാത്രം കൊണ്ട് സുഖപ്പെടുകയാണ്. അതുപോലെ തന്നെ അതുലഖത്ത് അരിബൻ, രക്ഷ തേടി വരുന്ന ആവശ്യക്കാരായ ആളുകളെ എത്രയാണ് അവിടുന്ന് മോചിപ്പിച്ചത്. മിൻ റിബഖത്തിൽ ലമമി, ഭ്രാന്തിന്റെ കെട്ടുകയറുകളിൽ നിന്ന്. ഭ്രാന്തിന്റെ കെട്ടുകയറുകളിൽ നിന്ന് എത്ര ആളുകൾക്കാണ് അവിടുന്ന് മോചനം നൽകിയത്. ധാരാളം സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ വരികൾ ഇവിടെ. ഉദാഹരണം അസംഖ്യം പറയാനുണ്ട്. ഒളിഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹുവിനോടല്ലാതെ ഒന്നും തേടാൻ പാടില്ല എന്ന് പറയുന്ന, വിശ്വസിക്കുന്ന പുത്തനാശയക്കാരെ റദ്ദു ചെയ്യുകയാണ്, ഗണ്ണിക്കുകയാണ് ഇവിടെ. കാരണം സ്വഹാബത്തിന്റെ ചരിത്രങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യമാകുന്നത് സ്വഹാബത്തിന്റെ ജീവിതത്തിലെ സകലമാന വിഷയങ്ങളും, ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും, എല്ലാത്തിനും അവര് സമീപിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. എന്ന് ചോദിച്ചല്ലോ, എവിടേക്കാണ് ജനങ്ങൾക്ക് ഓടിച്ചെല്ലാനുള്ളത്? അള്ളാഹുവിന്റെ റസൂലിലേക്കല്ലാതെ, അല്ലെങ്കിൽ ഏതു കാലത്തും അതാത് മുർസലീങ്ങളിലേക്കല്ലാതെ എവിടേക്കാണ് ഓടിച്ചെല്ലാനുള്ളത് എന്ന് സ്വഹാബത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിന് ധാരാളം സംഭവങ്ങൾ സാക്ഷിയാണ്. സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള നിരവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളും അതുപോലെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളും അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഖൈബറിന്റെ സംഭവം നമുക്കറിയാം. ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ജൂതന്മാരോട് സംഘട്ടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിക സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. നാളെ ഈ പതാക, വിശുദ്ധമായ ഇസ്ലാമിന്റെ പതാക ഒരു വ്യക്തിക്ക് കൈമാറും. അദ്ദേഹം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലും അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യക്തിയുടെ കയ്യിലായിരിക്കും നാളെ പതാക കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ കൈകളിലൂടെ ഈ ഖൈബർ വിജയിച്ചടക്കും എന്ന് പറയുമ്പോൾ അതാരായിരുന്നു? സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അലിയാർ അന്വേഷിക്കുമ്പോൾ കണ്ണിന് അസുഖമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ടെന്റിൽ വിശ്രമിക്കുകയാണ്. സ്വഹാബത്ത് ആ വിഷയം അറിയിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അലിയാരെ കൊണ്ടുവരൂ. അലിയാരെ കൊണ്ടുവന്നു. മഹാനവറുകളുടെ കണ്ണിലേക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമനീര് പുരട്ടിക്കൊടുത്ത് അവിടുത്തെ കണ്ണുകൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ആരോഗ്യമുള്ളതാവുകയാണ്. ആ അസുഖത്തിൽ നിന്ന് ഓൺ സ്പോട്ടിൽ തന്നെ സുഖപ്പെടുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹുവിന്റെ കരിന്തുടക്ക് വെട്ടേറ്റു. വേച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലേക്ക് എത്തി. മരണം മുന്നിൽ കണ്ടൊരു ഘട്ടമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവിക്കൊടുത്തു, അവിടുത്തെ 3 തവണ ഊതിക്കൊടുത്തു. അവിടുത്തെ അസുഖം സുഖപ്പെട്ടു. ആ കാല് പഴയതുപോലെ തന്നെ ആവുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ
കണ്ണ് യുദ്ധത്തിൽ പരിക്കേറ്റ് അതിന്റെ കൃഷ്ണമണി ചാടിപ്പോകുന്ന രംഗമുണ്ടായി. ആ സമയത്ത് അതുമായിട്ട് ആ കൈവച്ചുകൊണ്ട് മഹാനവർകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികിലേക്ക് വരുന്നു. അഭൗതിക മാർഗത്തിലൂടെ മുഅ്ജിസത്തിന്റെ സഹായത്തോടെ മഹാനവർക്ക് ശിഫ ലഭിക്കണമെന്ന പ്രതീക്ഷയോടെ തേടുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണ് യഥാസ്ഥാനത്ത് വെച്ചു കൊടുത്ത് തടവി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമനീര് വെച്ചുകൊണ്ട് തടവി കൊടുക്കുമ്പോൾ അവിടുത്തെ കണ്ണ് പഴയതുപോലെ ആവുകയാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ്. ബദറിൽ തന്നെ അബൂജഹലിന്റെ വട്ടേറ്റ മുഅവ്വിദ് ഇബ്നു അഫ്റാ, ഉമ്മു ശുഹദാ ബീവി അഫ്റാ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ മുഅവ്വിദ് റളിയല്ലാഹു അൻഹു, ആ മുഅവ്വിദ് തങ്ങളുടെ കൈക്ക് വെട്ടേറ്റ് കൈ ശരീരത്തിൽ തൂങ്ങി. ആ തൂങ്ങിക്കിടക്കുന്ന കൈയും പിടിച്ചിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളരികിലേക്ക് കൊണ്ടുവരികയാണ്. ആ കൈ അവിടെ തന്നെ വെച്ചു കൊടുത്തും തടവുമ്പോഴേക്ക് യഥാവിധി ആ കൈ ആവുകയാണ്. ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ആവുകയാണ്. അതാണ് കം അബ്റാഅത്ത് വാസീബൻ ബില്ലംസി റാഹതുഹു. അവിടുത്തെ ഒരു കൈസ്പർശം കൊണ്ട് എത്ര രോഗികൾക്കാണ് അവിടുന്ന് ശമനം നൽകിയത്. സുബ്ഹാനല്ലാഹ്, തീർന്നിട്ടില്ല. അതേപോലെ അരിബൻ, മോചനത്തിലേക്ക് ആവശ്യമുള്ള എത്ര ആളുകളെയാണ് അവിടുന്ന് മോചിപ്പിച്ചത്. മിൻ റിബഖത്തിൽ ലമമി, ഭ്രാന്തിന്റെ കെട്ടുകയർ. അല്ലിമാം എന്നതിന് ചെറിയ ദോഷങ്ങളൊന്നും അല്ല, എല്ലാ ദോഷങ്ങളൊന്നും ഒക്കെ അർത്ഥമുണ്ട്. പക്ഷെ അതിന് ഇവിടെയുള്ള മുറാദ്, ഉദ്ദേശ്യം അത് ഭ്രാന്താണെന്ന് മഹാന്മാരായ ശുറാഹിങ്ങൾ, ഈ വരിയെ വ്യാഖ്യാനിക്കുന്ന ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഭ്രാന്ത് പിടിപെട്ട ആളുകളുടെ ആ ഭ്രാന്തിന്റെ കെട്ടുകയറുകളിൽ നിന്ന് എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു സഹോദരി വരുന്നുണ്ട്. കൂടെ തന്റെ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് ഭ്രാന്താണ്. നബിയെ, എന്റെ മോന് ഭ്രാന്താണെന്ന് പറഞ്ഞ് ശിക്കായത്തുമായി, പ്രയാസവും ആവലാതിയുമായി വരുന്ന ആ പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശപ്പെടുത്തിയില്ല. അവിടുത്തെ തലയിൽ അല്ലെങ്കിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് തടവി കൊടുക്കുമ്പോഴേക്കും ആ കുട്ടി ഛർദിക്കുകയും അതിന്റെ കൂടെ എന്തോ ഒരു പ്രത്യേകമായ ഒരു ജീവി പുറത്തേക്ക് ചാടിയിട്ട് ഇഴഞ്ഞു പോവുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെ ആ കുട്ടിക്ക് ഭ്രാന്ത് സുഖപ്പെടുന്നു. അങ്ങനെ എത്ര സംഭവങ്ങളാണ്. ഇതിൻ്റെ ഒക്കെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൈദ്യനല്ല, ഒരു ചികിത്സാരിയല്ല, ഡോക്ടറല്ല. പിന്നെന്താണ്? അത് റഹ്മത്തുല്ലിൽ ആലമീൻ, എല്ലാവരോടും കാരുണ്യമുള്ള ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിലേക്ക് ശിക്കായത്തുമായി വരുന്ന, പ്രയാസം പറഞ്ഞുകൊണ്ട് വരുന്ന ആരെയും അവിടുന്ന് നിരാശപ്പെടുത്തിയില്ല. ലരീറുൽ ബസറായ ഒരു സ്വഹാബിയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും സുവ്യക്തമായി അറിയാവുന്നതാണ്. അവിടത്തേക്ക് പ്രത്യേകമായി പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് സുഖപ്പെടുത്തുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതി അവലംബിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രോഗം കൊണ്ടോ മറ്റു വിഷയങ്ങൾ കൊണ്ടോ സമീപിക്കുന്ന വ്യക്തികളെ അവിടുന്ന് പരിഗണിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗമാണ്, സാന്ത്വന സ്പർശത്തിന്റെ ഭാഗമാണ്. അതാണ് അവിടുന്ന് കാണിച്ചതും. അതിനെ സംബന്ധിച്ചാണ് ഇമാം ബൂസിരി റഹിമഹുല്ല 85-ാമത്തെ വരിയിലൂടെ പറയുന്നത്. കം അബ്റാഅത്ത് വാസീബൻ ബില്ലംസി റാഹതുഹു വഅത്ലഖത് ആരിബൻ മിൻ റിബ്ഖത്തിൽ ലമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇനി ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബത്ത് നേരിട്ടത് അനുഭവിച്ചു. എന്നാൽ ആ ഒരു സഹായ ഹസ്തം അവിടുത്തെ വഫാത്തോടു കൂടി മുറിഞ്ഞു പോയിട്ടില്ല. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിച്ച സ്വഹാബത്തും അവർക്ക് പിന്നിൽ വന്ന താബിഈങ്ങളും തബഅ താബിഈങ്ങളും മഹാന്മാരായ ഉലമാക്കൾക്കൊക്കെയും നാളിന്നുവരെ കഴിഞ്ഞുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം, കരസ്പർശം ഈ രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇമാം ബൂസീരി തന്നെയും അത് അനുഭവിച്ചവരാണ്. കാരണം എന്തേ? മഹാനവറുകൾക്ക് തളർവാദം പിടിപെട്ട സംഭവം ഖസീദത്തുൽ ബുർദ രചിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
തളർവാദം പിടിപെടുകയും ധാരാളം അത്തിബാ, അക്കാലത്തുള്ള ഡോക്ടർമാരും വൈദ്യന്മാരും ചികിത്സയിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വലിയൊരു ഖസീദ, ഈ ഒരു മദ്ഹിന്റെ ഖസീദ ഉണ്ടാക്കുന്നത്, ഈ ഒരു കാവ്യ സമാഹാരം ഉണ്ടാക്കുന്നത്. അതിന്റെ ബറക്കത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും സ്വപ്നത്തിൽ വന്നുകൊണ്ട് അവിടെ തടവി കൊടുക്കുകയും ചെയ്തപ്പോൾ ആ രോഗത്തിൽ നിന്ന് സുഖപ്പെട്ടതായി ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിരവധി കിതാബുകളിൽ ആ വിഷയം ഇമാമിങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഹർബൂത്തി തന്നെ വിശദീകരിക്കുന്നതുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രം ഉള്ളതല്ല. വഹാദാ ഗൈറു മഖ്സൂസിൻ ബിസമാനിഹി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിനോട് മാത്രം പ്രത്യേകമായതല്ല. ബൽ ഹുവ ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ. കാരണം എന്നല്ല, ഈ സഹായഹസ്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന സഹായം ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ശേഷിക്കുന്നതാണ്. ലിഅന്നഹു ലൗ റബത അഹദുൻ ഖൽബഹു ബിഹി അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം ആരുടെയെങ്കിലും ഹൃദയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധിച്ചു കഴിഞ്ഞു, വസല്ല അലൈഹി, എന്നിട്ട് തങ്ങളെ മേൽ സ്വലാത്തുകൾ ചൊല്ലുകയും ചെയ്തു, വദഅ ലില്ലാഹി, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു, അയ്യജഅലഹു വസീലത്തൻ ലഹു, ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കണം, ഇടയാളനാക്കണം എന്ന് ദുആ ചെയ്യുകയും ചെയ്താൽ ലക്കാന അൽബത്തത, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകും ബിഇദ്നില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖളാ കൊണ്ട്, അല്ലാഹുവിന്റെ സമ്മതം കൊണ്ട്, ലിദാഇഹി, അവൻ അനുഭവിക്കുന്ന രോഗത്തിന് ദവാഅൻ, ശമനമായി തീരും, അഥവാ അവൻ നേരിടുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി തീരും. വഖദ് വഖഅ മിസ്ലുഹു മിൻ അകാബിരിൽ ഉലമാഇ വൽ ഔലിയാ, ധാരാളം സ്വാലിഹീങ്ങൾക്ക്, മഹാത്മാക്കൾക്ക് ഇത് സംഭവിച്ചിട്ടുമുണ്ട് എന്ന് ഇമാം ഹർബൂത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇമാം ഖുശൈരിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാം, വിശദമായി പറയുന്നില്ല. ഇമാം ഖുശൈരി തങ്ങളുടെ മകന് അസുഖമാവുകയും മരണമാസന്നമാകുന്ന ഒരു ഘട്ടമെത്തുകയും ചെയ്തു. എല്ലാ ചികിത്സകളിലും അവര് പരാജയപ്പെട്ടു. ഇനി എവിടെ നിന്നാണ് ചികിത്സ കിട്ടുക എന്ന അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന വേളയിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാം ഖുശൈരി സ്വപ്നത്തിൽ കാണുന്നത്. തങ്ങളോട് തന്റെ ആശങ്കയും ആവലാതിയും പറഞ്ഞു. തങ്ങൾ ഏറ്റെടുക്കുകയാണ്. തങ്ങൾ ചോദിച്ചു, പരിശുദ്ധമായ ഖുർആനിൽ ആയത്തു ശിഫാ പഠിച്ചിട്ടില്ലേ? അപ്പോഴാണ് മഹാനവറുകൾ ഉറക്കിൽ നിന്ന് ഉണരുന്നതും ആയത്തു ശിഫാ എഴുതിയിട്ട് ആ കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ അസുഖം സുഖപ്പെട്ടു. എന്തോ ഒരു കെട്ടുകയറിൽ നിന്ന്, കെട്ടുചങ്ങലകളിൽ നിന്ന് മോചിതനായതുപോലെ ഉന്മേഷവാനായി പോയി എന്ന് അൽ മവാഹിബ് എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ് ഇമാം ഖുശൈരിയെ തൊട്ട്. അപ്പൊ ഖിയാമത്ത് നാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ഉണ്ടാകും എന്നുകൂടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം സാധുക്കളായ നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.